സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലേക്ക് മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചു. വൈകാതെ തന്നെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് നിയമസഹായ സമിതി ശ്രമിക്കുന്നത്. മലയാളി സമൂഹം സമാഹരിച്ച 34 കോടി രൂപയുടെ ദയാധനം ഇന്ത്യൻ എംബസി വഴി നേരത്തെ റിയാദ് കോടതിയിൽ അടച്ചിരുന്നു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചു. മോചനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. അബ്ദുൾ റഹീമിന്റെ എക്സിറ്റ് വിസ നടപടികൾ ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി രാജ്യം വിടുന്നതിനുള്ള ഇമിഗ്രേഷൻ ക്ലിയറൻസ് മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ നടപടികൾ കൂടി പൂർത്തിയാകുന്നതോടെ ഏതു സമയത്തും അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നിയമസഹായ സമിതി വ്യക്തമാക്കി. 2006 ഡിസംബർ 24 സൗദി ബാലൻ അനസ് അൽ ഷഹ്രി കൊല്ലപ്പെട്ട കേസിൽ റഹീം ജയിലിലാകുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ഒത്തൊരുമിച്ച് സമാഹരിച്ച 34 കോടി രൂപ ദയാധനം ഇന്ത്യൻ എംബസി വഴി നേരത്തെ റിയാദ് കോടതിയിൽ അടച്ചിരുന്നു. വധശിക്ഷ റദ്ദാക്കിയ കോടതി തുടർന്ന് 20 വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയാക്കാൻ ഉത്തരവിടുകയായിരുന്നു. ആ തടവുകാലമാണിപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ജനം, ദുബായ്.